ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. പലപ്പോഴായി നമ്മൾ കേട്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതും നമ്മൾ തന്നെ പറഞ്ഞിട്ടുള്ള വാക്യമാണിത്. എന്നാൽ നമ്മൾ ഇങ്ങനെയും കേൾക്കാറുണ്ട് ചില സാഹചര്യങ്ങളിൽ, ദൈവം നിനക്ക് വേണ്ടി പലതും ഒരുക്കി വെച്ചിരിക്കുന്നു, എന്നാൽ പിശാച് അതിനെ തടസ്സപ്പെടുത്തി വെച്ചിരിക്കുവാണ്. എന്ത് പോഷത്രമാണെന്നറിയാവോ ഈ പറയുന്നത്? ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ മുന്നിൽ ആരെങ്കിലും ഇങ്ങനെ വന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ആത്മാവിൽ പറയുവാണെന്നൊന്നും ആരും ചിന്തിച്ച് കളയരുത്. ഇതൊന്നും ബൈബിളിലുള്ള കാര്യമല്ല. പിശാജ് ദൈവത്തിന്റെ നന്മയെ തടസ്സപ്പെടുത്തുവാനുള്ള കഴിവുണ്ടെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ ഒരു കഴിവുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ വചനം എന്തിനാ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാരെന്ന് ആരെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കുക, സാത്താൻ. പ്രതികൂലമാരുണ്ട്, സാത്താനുണ്ട്. അപ്പൊ ആർക്കാ നമ്മൾ മഹത്വം കൊടുക്കുന്നത്? പിശാചിനോ ദൈവത്തിനോ? ദൈവത്തെക്കാൾ വലിയ ബലമാണോ സാത്താനുള്ളത്? ദൈവമക്കളെ, വചനം ചുമ്മാതെ നമ്മുടെ വാഗൊണ്ടും നമ്മുടെ ചിന്തകൾ കൊണ്ട് പറയുന്ന ഒരു കാര്യമല്ല. അത് കൃത്യമായിട്ട് ആഴമായിട്ട് ആത്മാവിൽ തന്നെ പറയണം. ഇല്ല എങ്കിൽ ഇതുപോലത്തെ പോഷത്രങ്ങൾ, പിശാചിനെ ഉയർത്തുന്ന പോഷത്രങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്ക് ആത്മാവിൽ വളരുവാനും കഴിയത്തില്ല. നിന്റെ നന്മയെ തടസ്സപ്പെടുത്തുവാൻ ആർക്കും കഴിയത്തില്ല. അവിടെ ചിന്തിക്കേണ്ടത് അവൻ അനുകൂലമാണോ എനിക്ക് എന്നുള്ള കാര്യമാണ് ചിന്തിക്കേണ്ടത്. അവൻ അനുകൂലം ആർക്കൊക്കെയാണെന്ന് നമ്മൾ ചിന്തിച്ചാൽ വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിച്ചു തരും. അവൻ അനുകൂലമാണെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിച്ചാലാണ് ദൈവം അനുകൂലമാകുന്നതെന്ന്. അത് നീ ഒന്ന് ഫോളോ ചെയ്താൽ മതി. അവിടെ നീ പിശാചിനെ ഇടയ്ക്ക് കൊണ്ടിടണ്ട. അവിടെ പിശാചിനെ കൊണ്ടിടുന്നുണ്ടെങ്കിൽ നീ എവിടേക്കോ പിശാചിന്റെ വഴിയിൽ പോകുന്നുള്ളത് കൊണ്ടാ. ആമേൻ.